പെർഫോമൻസ് റൗണ്ട് കേട്ടോ. അയ്യോ അയ്യോ ഇതാരാ? അയ്യോ ഇത്ര മാറുന്ന ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ലല്ലോ ഇവിടെ. ഇതാരാ ഇത്? ശരവണനാ? ഈ ശരവണൻ ചേട്ടൻ നല്ല രസമുണ്ട്. ശരവണൻ സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. നല്ല മുടി ശരവണൻ ചേട്ടന്റെ മുടിയും മുണ്ടും. എനിക്ക് തോന്നുന്നു ശരവണൻ ചേട്ടൻ ഇങ്ങനെ വരുമ്പോ കുറച്ചുകൂടെ ജിൽജില്ലാണ്. ഉടുപ്പൊക്കെ ഇട്ട് വരുമ്പോഴാണ് ഒരു ഇപ്പൊ കുറച്ചുകൂടി സ്മാർട്ടായി. ശരണോ എന്നാ പറയുന്നു? ആ ശബ്ദവും നാണോ അതുപോലെ ഉണ്ട്. കാണാനുള്ള ഇപ്പൊ നമ്മുടെ പഴയ ശരവണൻ ചേട്ടൻ മലയാളിയാണോ? ആണ്. മലയാളിയാ? ഓക്കെ, നമുക്ക് സ്ഥിരമാക്കിയല്ലോ. വേണ്ടേ? ആ മീശ മുളച്ചതാണോ ഇന്ന് രാവിലെ? പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലേ മീശ? നല്ലൊരു സുന്ദരം പയ്യല്ലേ? സുന്ദരം പയ്യൻ. അതെ. ശരവണന് ഏത് പാട്ടാ പാടണേ? ശരവണ തേരോട്ടം ശരവണ തേരോട്ടം. ഓക്കെ, തമിഴ് പാട്ടാണ്? അല്ല, മലയാളം. മലയാളം. സാർ, എനിക്കൊരു 3 കാര്യം പറയാണ്ടേ. 3 കാര്യം? ആർക്കൊക്കെ ഹായ് പറയണ്ടേ? പറഞ്ഞോ. എന്റെ പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് മധു ബാലകൃഷ്ണൻ സാറിന്റെ വൈഫ് വിദിത ആന്റി എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മധു തന്നെ നന്ദി പറയണം. താങ്ക് യു ദിവ്യ. പിന്നെ മാപ്പിളപ്പാട്ട് പാടുന്ന കൊല്ലം ഷാഫി സാറും എനിക്ക് വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു കൊല്ലം ഷാഫി. താങ്ക് യു സാർ. പിന്നെ അടുത്തത് അതേതാ? 2 ആയുള്ളൂ ഇപ്പൊ. അത് വിട്ടുവിട്ട് പറഞ്ഞു. അത് വിട്ടുവിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, അപ്പൊ ഒന്നാമത്തെ ഏതായിരുന്നു? ഒന്നാമത്തെ ദിവ്യാന്റി, അങ്കിൾ, രണ്ടാമത്തെ കൊല്ലം ഷാഫി, മൂന്നാമത്തെ എന്താ? അതല്ല, ഒന്നാമത്തതും രണ്ടാമത്തതും ഞാൻ ചേർത്ത് പറയുന്നൊക്കെ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയതാണോ? കൈ എണ്ണി വന്നപ്പോ ഞങ്ങൾ മൂന്നാമത്തെ കാര്യം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞില്ല. സിനിമ സ്നേഹസാഗരം, സംഗീതം ജോൺസൺ മാസ്റ്റർ, വരികൾ കൈതപ്രം സാറ്, വർഷം 1992, പാടിയത് MG ശ്രീകുമാർ സാറും മിമ്മിണി ആന്റി. കേൾക്കാം. ശരവണ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരവണ ഉണ്ടോ? ഞാൻ ചോദിക്കാൻ പോവാ. അത് കാണാൻ വേണ്ടി ഡാൻസ് കാണാൻ വേണ്ടി ശരവണന്റെ
തുടങ്ങുന്നവരെ ഞാൻ വിചാരിച്ചു ചേട്ടനാണ് ഈ പാട്ടിന്റെ ഹൈലൈറ്റ് എന്ന്, പക്ഷെ അല്ലായിരുന്നു. അവിടെ രണ്ടുപേരുടെ കാവടി കണ്ടോ? 3 ആളുടെ ഉണ്ടായിരുന്നു, 2 പേര് എഴുന്നേറ്റ് നിന്നു. കണ്ടോ? ചേട്ടന് ഇഷ്ടപ്പെട്ടോ? ആരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ആര്യ ചേച്ചി. ശരി. തിരുച്ചെന്തൂർ മുരുകനുക്ക്, പഴനിമല മുരുകനുക്ക്, തിരുത്തണ്ണി മുരുകനുക്ക്, ഹര 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 ഹര. എന്താ പറ്റിയേ ഇപ്പോ? ആ ഒരു ആവേശം കയറിയതാ ആണോ? പെർഫോമൻസ് കഴിഞ്ഞപ്പോ. കേട്ടോ ശരവണ്ണൻ പറഞ്ഞത് ആര്യ ചേച്ചിയുടെ കാവടിയാ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന്. ആണല്ലേ? ശ്ശോ. അതേട്ടായിരിക്കും ഈ വേഷമൊക്കെ ഇട്ട് ആരെങ്കിലും ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയപ്പോ. പക്ഷെ നല്ല നല്ല രസമുണ്ടായിരുന്നു ആ പാട്ടിന്റെ ആ ഓളത്തിൽ അങ്ങ് ഒരു വൈബില്. സത്യം സൂപ്പർ ആയിരുന്നു. അതെ, Very അതെ. nice, very nice. യെസ്. ഇന്ന് എനർജി മീറ്റർ വേറെ ലെവലാ. നമ്മുടെ ശിവകാമി കുഞ്ഞ് അല്ല ശരവണൻ 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 ശരവണന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിഫോർ ബീറ്റ് അല്ല, ആഫ്റ്റർ ബീറ്റ് അല്ല, ഓൺ ദ ബീറ്റ് അല്ല, ഇൻസൈഡ് ദ ബീറ്റ് ആണ്. ഒരു ബീറ്റിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് അവിടെ നിന്ന് പാടുകയാണ്. ഒരു രക്ഷയില്ല. താങ്ക് യു. ആ പിന്നെ എന്തൊരു ഋതമാണ്. എങ്ങനെ ശരവണ ഇങ്ങനൊക്കെ അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? ശരവണ്ണൻ അതൊന്നും അറിഞ്ഞൂടാ. ശരവണൻ ഉഗ്രൻ കേടാ. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. താങ്ക് യു. അവിടെ 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 ചെറിയ 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 പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്കിളിനുള്ള സജഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇട്ടയെ ഒന്ന് കണ്ടുപിടിക്കണം. അതിന് കട്ടിയില്ല. ആ ഇട്ടയ്ക്ക് കട്ടിയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കട്ടി വെക്കാം. ഇവിടെ ഉണ്ടല്ലോ ശരവണ തേരോട്ടം, കരകാട്ടം, ആ കരകാട്ടം, ആനന്ദത്തീയാട്ടം, കോലാട്ടം, കൊണ്ടാട്ടം, കൊണ്ടാട്ടം. അപ്പൊ ഇതൊക്കെ ഇത് ഇട്ട ഒന്ന് കട്ടിയായിട്ട് പാടിയേ. തേരോട്ടം ശരവണ തേരോട്ടം മുരുകൻ തേരോട്ടം, കൂട്ടം, ശരവണ തേരോട്ടം, അട്ട, ശരവണ തേരോട്ടം മുരുകന് തൈപ്പൂയത്തിന് കൈലാസത്തിൽ കരകാട്ടം പോരട്ടെ. അടുത്തത് വന്താച്ച്, വന്ദച്ച്, കോലാട്ടം ആനന്ദ തീയാട്ടം, ഈ തീയാട്ടം, 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 കോലാട്ടം ആനന്ദ തീയാട്ടം, ആണ്ടവന് മൂലോകങ്ങൾ പോരിൽ നീണ്ട കൊണ്ടാട്ടം. വന്ത് വിട്ടാച്ച്, വന്ത് വിട്ടാച്ച്. അപ്പൊ വന്ത് എന്താ കാവടിയും ശൂലവുമായി നാദസ്വര മേളത്തോടെ കണ്ടു തൊഴുന്നേൻ. സൂപ്പർ ആയിരുന്നു ഇത്. നന്നായിരുന്നു, നല്ലായിരുന്നു, നന്നായിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു സേട്ടാ. അങ്ങനെ അതെ ചേട്ടാ. ആ ജ്ഞാനപ്പഴത്തെ പിഴുന്ത് സൂപ്പർ ആയിരുന്നു ഇത്. താങ്ക് യു. ജ്ഞാനപ്പഴം ഒരു വാട്ടി കൂടെ പാടുമാ? ശരവണ പൊയ്കയിലും സെന്തിൽ നാഥൻ കോവിലിലും, ശരവണ പൊയ്കയിലും സെന്തിൽ നാഥൻ കോവിലിലും, ജ്ഞാനപ്പഴമേ നിന്നെ തേടി ഞാൻ വരുമ്പോൾ. அங்கே வந்து வாய்ஸ் என்ன கிளிட்டர். യെസ്. ரொம்ப நல்லா இருக்கு சேட்டா. ഹണി മാതിരി. நல்லா இருந்தது. ஹனி மாதிரி தெரியுது. ஹனி மாதிரி தெரியுது. என்ன ஆகோஷம் இல்ல, என்ன உற்சாகம், എന്ന ആനന്ദം, என்ன உற்சவம். അപ്പൊ ഇന്ന് ശരവണൻ കലക്കി. താങ്ക് യു. പന്തിരടി പൂജയുമായി കർപ്പൂരാടി പൊന്മലയിൽ, പന്തിരടി പൂജയുമായി കർപ്പൂരാടി പൊന്മലയിൽ, മുത്തുക്കുമരാ നിൻ മുഖങ്ങൾ കണ്ടു തുടങ്ങി, കാവടിയും ശൂലവുമായി നാദസ്വരമേളത്തോടെ കണ്ടു തുടങ്ങി. എന്റെ ശരവണൻ ചേട്ടാ, എന്താ ഭൂരിഭാഗം എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ നല്ല വോയിസ് കേൾക്കാൻ നല്ല സുഖം. പിന്നെ ഈ പാട്ട് പാടിയപ്പോൾ ഇതിന് വേണ്ടതായിട്ടുള്ള ഒരു എനർജി ഒക്കെ ഉണ്ടായിരുന്നു, ഇതിൽ കേൾക്കാനുണ്ടായിരുന്നു കേട്ടോ. നല്ല മിടുക്കിയായിട്ട് പാടി. എനിക്ക് ആ കർപ്പൂരാഴി ഇങ്ങനെ പന്തിരടി പൂജയുമായി കർപ്പൂരാഴി, പന്തിരടി പൂജയുമായി കർപ്പൂരാടി പൊന്മലയിൽ, കർപ്പൂരാഴി കർപ്പൂരാഴി കർപ്പൂരാടി. അത് ടേക്കിന്റെ സമയത്ത് കുറച്ചും കൂടെ എത്തിയില്ല കേട്ടോ, അത്രേ ഉള്ളൂ. ബാക്കി MJ പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് മിടുക്കിയായിട്ട് പാടി. അവിടെ ഡാൻസ് ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, എനിക്ക് കുറച്ചേ കളിക്കാൻ പെർഫോമൻസ് അത്രേ തോന്നിയുള്ളൂ. എനിക്ക് കുറച്ച് കളിക്കാൻ ആ തോന്നുന്നു. തുടക്കത്തിൽ മാത്രം ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ട് മാത്രം. ശരവണൻ ഒന്നും ചെയ്തില്ല, അങ്ങേ ഇരുന്ന് പാടി. ശരവണൻ കൂടെ പോയപ്പോ കഴിഞ്ഞ തവണ വന്നപ്പോ കുറച്ചും കൂടി പെർഫോം ചെയ്തായിരുന്നു. അപ്പൊ തോന്നി, അപ്പൊ കുറച്ച് തോന്നി. ഇപ്പൊ തോന്നിയില്ല. ശരവണ പെർഫോമൻസ് റൗണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഡാൻസ് ഒക്കെ വേണം. ഓക്കെ, അതിനി അടുത്ത പെർഫോമൻസ് തൊട്ട് അങ്ങനെ ആയിക്കോട്ടെ. എന്താണ് ചേട്ടാ, കുറച്ച് ഡാൻസ് എല്ലാം കളിച്ചാലല്ലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇവിടെ കാവടി ഉണ്ട്, വേണോ? കാവടി ഉണ്ട്, വേണോ? ഡാൻസ് കളിക്കാൻ തരട്ടെ? വേണ്ട, നിങ്ങളെ കണ്ടിട്ട് തന്നെ നമുക്ക് പേടിയായി. ശരവണൻ സേട്ടാ, കിടിലൻ പെർഫോമൻസ്. താങ്ക് യു.
വള്ളിത്തിരുമണമാടും ദേവസേനാപതിയെ വള്ളിത്തിരുമണമാടും ദേവസേനാപതിയെ ആറുപടി വീടെഴുന്ന വേലായുധനെ. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് നല്ല ആ ഒരു എനർജി ഉണ്ടായിരുന്നു, ആ ഒരു പവർ ഉണ്ടായിരുന്നു. ആകെ ആ ഒരു ഇട്ട പാടിയപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയി പോയി. പിന്നെ അതുപോലെ പല്ലവിയില് 2-3 സ്ഥലത്ത് പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം തോന്നി. ഒന്ന് ഗജമുഖ, ഓക്കെ, ഗാല, മുഖയല്ല മുഖ. അതുപോലെ അഭിഷേകം, ഓക്കെ, അതൊന്ന്. പിന്നെ 2, പിന്നെയും മുഖം, നിൻമുഖങ്ങൾ കണ്ടു തൊഴുന്നേ, അവിടെയും ഖ. അപ്പൊ അവിടെ ആ 3 സ്ഥലത്തും ഇങ്ങനെ ഗാ എന്ന് പറയുന്നുണ്ടായിരുന്നു, അഭിഷേകം ഗാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നോക്കുമ്പോൾ പെർഫോമൻസ് ഇല്ല. അതാണ് എനിക്ക് പിന്നെ ഒരു സങ്കടം വന്നത്. ഞാൻ ഈ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുവല്ലേ, എന്താ ഡാൻസ് കളിക്കാഞ്ഞേ? അത്രേ തോന്നിയുള്ളൂ. ശരി, അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യണം കേട്ടോ ഡാൻസ്. ഓക്കെ, നല്ല ശബ്ദം, മേളില് ഹൈയിലൊക്കെ പാടുമ്പോഴത്തേക്ക് നല്ല ശബ്ദം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദം കേട്ടോ. ശിവകാമി കുട്ടി, അല്ല சரவண சேட்டா കേട്ടോ. தேங்க்யூ சேட்டா, நல்லா பாடி இருக்க சரவண சேட்டா, ரொம்ப நன்றி. സരവണ ചേട്ടാ, എന്താ ഇന്ന് പെർഫോമൻസ് സൗണ്ടില്ലേ? പക്ഷെ പെർഫോമൻസ് കുറച്ചായിരുന്നു അല്ലേ? പാടുന്നത് നല്ലായിരുന്നു അല്ലേ? ഇപ്പൊ 98.75 അതാണ് മാർക്ക്. പെർഫോമൻസ് ഇല്ലാത്ത കുറച്ച് മാർക്ക് കുറയ്ക്കും, കുറച്ച് കമ്മി പണ്ണും ചേട്ടാ, കുറച്ച് ചേട്ടാ. അപ്പൊ 0.75 കുറച്ചാലോ മീനുകൂടാ? പക്ഷെ അടുത്ത പ്രാവശ്യം ചേട്ടൻ ശ്രദ്ധിക്കുമെന്നാണ് സാർ എനിക്ക് തോന്നുന്നത്. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുമ്പോ 0.75 കൂട്ടിത്തരാം. പക്ഷെ ഈ റൗണ്ട് കഴിഞ്ഞില്ലേ? ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടിയതുകൊണ്ട് ഇന്ന് മാർക്ക് 98. ശരവണ ചേട്ടൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ചേട്ടൻ എന്താണ് മനസ്സിലാക്കിയത്? എന്ത് പാഠം പഠിച്ചു? നമ്മള് പെർഫോമൻസ് റൗണ്ട് വരുന്ന സമയത്ത് നല്ല മെലഡി ഒക്കെ പാടുന്ന സമയത്ത് നന്നായി മെലഡി പാടാറുണ്ട് ശിവാമിക്കുട്ടി. എവർഗ്രീൻ ശരവണൻ ചേട്ടൻ. പിന്നെ എവർഗ്രീൻ പാടുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടൊക്കെ എടുത്ത് വരാറുണ്ട്. പക്ഷെ പെർഫോമൻസ് റൗണ്ട് വന്നപ്പോ എല്ലാരും എന്ത് പ്രതീക്ഷിച്ചു? പെർഫോമൻസ് കുറച്ച് പ്രതീക്ഷിച്ചു. ഡാൻസും പെർഫോമൻസും കുറച്ച് ഡാൻസ് എല്ലാം പാക്കണമെന്ന് ആശയായിരുന്നു ചേട്ടാ. പാവം ചേട്ടന്മാര്. ഇവിടെ കാവടിയൊക്കെ ഉണ്ടായിരുന്നു. അതെ, അതുകൊണ്ടാണ് നമ്മുടെ മാർക്ക് ഒരു പൊടിക്ക് കുറഞ്ഞു പോയത് കേട്ടോ. അടുത്ത പ്രാവശ്യം നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഹൈഫൈ അതന്നെ. ഓക്കെ, ടാറ്റ ചേട്ടാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.